ചെറുപ്പക്കാർ 72 മണിക്കൂർ ജോലി ചെയ്യണമെന്ന തന്റെ വാദത്തിൽ ഉറച്ച ഇൻഫോസിസ് സഹസ്ഥാപകൻ NR നാരായണമൂർത്തി ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ചൈനയിലെ 996 നിയമം ചൂണ്ടിക്കാട്ടിയുള്ള അദ്ദേഹത്തിന്റെ ന്യായീകരണം. 2023 ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം ആദ്യം പറഞ്ഞത്. അത് പിന്നീട് സമൂഹ മാധ്യമത്തിലടക്കം വൻ കോളിളക്കങ്ങളാണ് സൃഷ്ടിച്ചത്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ജോലി, അങ്ങനെ ആഴ്ചയിൽ 6 ദിവസം. അതാണ് 996 എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ 72 മണിക്കൂർ തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഴ്ചയിൽ 100 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെന്ന വാദത്തെയും നാരായണമൂർത്തി പിന്തുണച്ചു. ഒരാൾ ആദ്യം തന്റെ താല്പര്യം കണ്ടെത്തണം, അതിനുശേഷം മാത്രം വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഒരു വ്യക്തിയും ഒരു സമൂഹവും ഒരു രാജ്യവും കഠിനാധ്വാനത്തിലൂടെ അല്ലാതെ ഉയർന്നു വന്നിട്ടില്ല എന്നാണ് നാരായണമൂർത്തി പറയുന്നത്. നാരായണമൂർത്തിക്ക് മുൻപ് നേരത്തെ ആലിബാബ സ്ഥാപകനും ചൈനീസ് ശതകോടീശ്വരനുമായ ജാക്ക് മായും 996 ജോലി സമയത്തെ പുകഴ്ത്തിയിരുന്നു. എന്നാൽ ചൈനീസ് അധികൃതരും കോടതിയും ഇതിന് തടയിട്ടു. ജോലിക്കാരെ ശിക്ഷിക്കുന്ന തൊഴിൽ സമയക്രമം അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ അധികൃതർ ജോലി സമയം 44 മണിക്കൂറിലേക്ക് ചുരുക്കി. നിലവിൽ ആഴ്ചയിൽ ശരാശരി 44 മണിക്കൂറാണ് ചൈനയിലെ ജോലി സമയം. ഇന്ത്യയിൽ ശരാശരി 46.7 മണിക്കൂറാണെന്ന് 2023 രാജ്യാന്തര തൊഴിൽ സംഘടനയുടെ റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. ഒട്ടേറെ പേരാണ് വിഷയത്തിൽ അഭിപ്രായവുമായി രംഗത്തെത്തിയത്. മോശം അടിസ്ഥാന സൗകര്യങ്ങളും ഉയർന്ന ജീവിത ചെലവും കാരണം ഇന്ത്യക്കാർ ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടിലാണെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്.